പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി സർക്കാരിനെ പ്രതിരോധത്തിലാക്കി ചോദ്യപേപ്പർ ചോർച്ചയും പരീക്ഷാ തട്ടിപ്പുകളും പുറത്ത് 4 വർഷത്തിനിടെ 6 പ്രധാന പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളാണ് ചോർന്നത്. 5 ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികളുടെ ഭാവി തുലാസിലാക്കിയതിൽ സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാണ്. ഭഗവന്ത് മാൻ സർക്കാരിന്റെ വാഗ്ദാനങ്ങളുടെ പൊള്ളത്തരം തുറന്നുകാട്ടി പഞ്ചാബിൽ വിദ്യാർത്ഥി പ്രതിപക്ഷ സംഘടനകളുടെ പ്രക്ഷോഭം ആളിക്കത്തുന്നു. സംസ്ഥാനത്ത് അടുത്തിടെ നടന്ന ഫാർമസി ഓഫീസർ പരീക്ഷാ തട്ടിപ്പ് ഉൾപ്പെടെയുള്ള സംഭവങ്ങളിൽ വിദ്യാഭ്യാസ മന്ത്രി ഹർജോത് സിംഗ് ബൈൻസ് ഉടനടി രാജിവെക്കണമെന്ന് BJP ആവശ്യപ്പെടുന്നു. അധികാരത്തിലേറിയ ശേഷം 6ഓളം പ്രധാന മത്സര പരീക്ഷകളിൽ ക്രമക്കേടുകൾ നടന്നിട്ടും സർക്കാർ കണ്ണടക്കുകയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഫരീദ്കോട്ടിൽ ബാബ ഫരീദ് യൂണിവേഴ്സിറ്റി നടത്തിയ ഫാർമസി ഓഫീസർ പരീക്ഷയിൽ പെൻ ക്യാമറകളും ബ്ലൂടൂത്ത് ഉപകരണങ്ങളും ഉപയോഗിച്ച് പരീക്ഷാ ഹാളിന് പുറത്തുനിന്ന് ഉത്തരങ്ങൾ നൽകിയ വൻ തട്ടിപ്പാണ് പോലീസ് പിടികൂടിയത്. എന്നാൽ ഈ സംഭവം ചോദ്യപേപ്പർ ചോർച്ചയല്ലെന്നും പരീക്ഷാ സമയത്ത് നടന്ന ഹൈടെക് കോപ്പിയടിയാണെന്നുമാണ് ആം ആദ്മി പാർട്ടി ഉന്നയിക്കുന്ന വാദം. പൊള്ളയായ അവകാശവാദങ്ങൾ ഉന്നയിച്ച് പഞ്ചാബിലെ യുവാക്കളെ വഞ്ചിക്കുന്ന ആം ആദ്മി പാർട്ടി സർക്കാരിൻ്റെ യഥാർത്ഥ മുഖമാണ് ഫാർമസി പരീക്ഷയിലെ അഴിമതിയിലൂടെ വീണ്ടും പുറത്തു വന്നിരിക്കുന്നത്. തങ്ങളുടെ ഭരണത്തിൽ ചോർച്ച നടന്നിട്ടില്ലെന്ന് മുഖ്യമന്ത്രി ഉറപ്പിച്ചു പറയുമ്പോഴും ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ഫാർമസി പരീക്ഷാ ചോദ്യപേപ്പർ എങ്ങനെ പുറത്തു വന്നു എന്ന ചോദ്യത്തിന് സർക്കാരിന് ഉത്തരമില്ല. അമൃത്സറിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ ചോദ്യശരങ്ങളുമായി എത്തിയത് ഈ അനീതിക്കെതിരെ പോരാടുന്ന ഒരു സാധാരണ ഉദ്യോഗാർത്ഥിയാണ്. मुख्यमंत्री साहब का जैसे कि अभी बयान आया था कि पंजाब में उनकी 5 सालों की सरकार में आज तक भी पेपर लीक नहीं हुआ, तो उनसे मेरा सवाल ये है कि जो पंजाब में अभी बीते दिनों में फार्मेसी अधिकारियों की जो परीक्षा होती है उसका पेपर कैसे लीक हो जाता है। हालांकि दिनों में कॉकरोच जनता पार्टी का सुना है आपने, बड़ा नाम चला था। दिल्ली जंतर मंतर में इन्होंने प्रोटेस्ट किया कि नीट एग्ज़ाम पेपर लीक हुआ। तो मैं ये पूछना चाहता हूँ कि हमारे पंजाब के मानयोग जो हमारे CM हैं वो वहाँ के स्टूडेंटों का हाल पूछते हैं। पंजाब का एजुकेशन मिनिस्टर वहाँ पे इधर उधर तुरता फिरता है। കുറ്റക്കാരെ ഉടനടി അറസ്റ്റ് ചെയ്തതായും അഴിമതിക്കെതിരെ വിട്ടുവീഴ്ചയില്ലെന്നും സർക്കാർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും പ്രതിപക്ഷം ഇത് അംഗീകരിക്കുന്നില്ല. ഡൽഹിയിലെ ജന്തർ മന്ദിറിലും പാർലമെന്റിന് മുന്നിലും ദേശീയ പരീക്ഷാ ഏജൻസിക്കെതിരെയും കേന്ദ്രത്തിനെതിരെയും തെരുവിലിറങ്ങി സമരം ചെയ്ത ആം ആദ്മി പാർട്ടി സ്വന്തം സംസ്ഥാനത്തെ 5 ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികളുടെ ഭാവി തകർക്കുമ്പോൾ മൗനം പാലിക്കുകയാണെന്ന് VK സിംഗ് ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ ആരോപിച്ചു. ജനം, ഡൽഹി.